ഹായ്, വെൽക്കം ടു പ്രെപ്സ്കി. HSST എക്സാമിന് അപേക്ഷിക്കാനുള്ള സമയം മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. കുറച്ച് ദിവസം കൂടിയേ അപേക്ഷിക്കാൻ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ മുന്നിൽ ഒരു 5 മാസം ആണ് നമ്മുടെ മുന്നിൽ ആവറേജ് സമയമുള്ളത്. ഈ സമയം കൊണ്ട് നമുക്ക് വളരെ വലിയൊരു സിലബസ് പഠിച്ചെടുക്കാനുണ്ട്, വളരെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ടും മുന്നോട്ട് പോകാനുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അറ്റൻഡ് ചെയ്ത് കൃത്യമായ രീതിയിൽ തയ്യാറെടുത്ത് നമുക്ക് ഏറ്റവും നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഏറ്റവും നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾ ഏറ്റവും നോളജുള്ള ഏറ്റവും നല്ല അധ്യാപകരായിരിക്കും. പക്ഷേ ചിലർക്ക് ഈ ഒരു ജനറൽ ഭാഗത്ത് അല്ലെങ്കിൽ ആ 30 മാർക്കിന്റെ ആ ജനറൽ പാർട്ടിൽ നിങ്ങൾ കുറച്ച് വീക്കാണ് എന്നൊരു ചിന്ത ഉണ്ടാകാം. അങ്ങനെയുള്ളവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ആ ജനറൽ പാർട്ടിലെ 30 മാർക്കിലും കൂടി നിങ്ങളുടേതായിട്ടുള്ള ഒരു വലിയ ഷെയർ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭ്യമാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ ഈ എക്സാമിൽ നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉയരാൻ സാധിക്കും. അങ്ങനെ ജനറൽ പാർട്ടിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് സാധിച്ചെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ സ്ഥാനവും അതിനനുസരിച്ച് വളരെ മുന്നിലേക്ക് എത്താനുള്ള ഒരു കാര്യം കൂടിയാണ് ഉള്ളത്. അപ്പോൾ HSSCയിലെ ഈ ഒരു 30 മാർക്ക്, ജനറൽ പാർട്ടിന്റെ ഈ ഒരു 30 മാർക്കിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. HSSC ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നത് ഇത്രയും വിഷയങ്ങൾക്കാണ്. ഇതിന്റെ എല്ലാം അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി 4/2/2026 ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അവസാന ദിവസത്തേക്കോ അവസാന സമയത്തേക്കോ ഒന്നും വെക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ അപ്ലൈ ചെയ്തതിന്റെ ഒരു കോപ്പി, അതായത് അതിന്റെ PDF ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ശരി, ഇനി നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നമുക്കറിയാം നമ്മുടെ HSSCയുടെ സിലബസ് നോക്കുമ്പോൾ അതിൽ 4 പാർട്ടായിട്ടാണ് നമ്മുടെ സിലബസിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1 നിങ്ങളുടെ സബ്ജക്റ്റ്, നിങ്ങളിപ്പോൾ സംസ്കൃതമോ അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷോ നിങ്ങൾ ബോട്ടണിയോ സുവോളജിയോ ഏതാണോ നിങ്ങളുടെ ആ ഒരു വിഷയത്തിൽ നിന്നാണ് 70 മാർക്ക്, ഏറ്റവും പ്രാധാന്യമുള്ള 70 മാർക്ക്, നിങ്ങൾ ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുള്ള, നിങ്ങൾ ഏറ്റവും നന്നായി പരിചയമുള്ള, നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ആകുന്ന നിങ്ങളുടെ ഭാഗം, അവിടെ നിന്ന് 70 മാർക്ക്. പാർട്ട് 2 റിസർച്ച് മെത്തഡോളജി ഓർ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇവിടെ നിന്ന് 10 മാർക്കിന് വരുന്നു. പാർട്ട് 3 സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്, അവിടെ നിന്നും 10 മാർക്കിന് വരുന്നു. പാർട്ട് 4 ജനറൽ നോളജ് കറന്റ് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് കേരള, ഇതിൽ നിന്നും 10 മാർക്ക്. അങ്ങനെ ടോട്ടലി 100 മാർക്ക്. ഇതിലെ ഈ 30 മാർക്കിനെയാണ് നമ്മൾ ജനറൽ ഭാഗമായിട്ട് കണക്കിലെടുക്കുന്നത്. ഇനി എന്തുകൊണ്ട് ജനറൽ ഭാഗത്തിന് ഇത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കണം എന്ന് ചോദിക്കുമ്പോഴാണ് കഴിഞ്ഞ തവണത്തെ HSSTയുടെ ആ ഒരു കട്ട് ഓഫ് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നത്. അത് HSST പൊളിറ്റിക്കൽ സയൻസിൽ 49.33 കട്ട് ഓഫ് വന്നത്. മെയിൻ ലിസ്റ്റിൽ 22 പേര്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ 21 കട്ട് ഓഫ്, 27 പേർ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിന്റെ കട്ട് ഓഫ് 56, 11 പേർ മെയിൻ ലിസ്റ്റില്. ഇംഗ്ലീഷ് ജൂനിയർ ആണെങ്കിൽ 45.33 കട്ട് ഓഫ്, 154 പേർ. എക്കണോമിക്സ് 42.67, 216 പേർ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 47.67 ആണ് സോഷ്യോളജിയുടെ കട്ട് ഓഫ്, അതിൽ 39 പേർ. പൊളിറ്റിക്കൽ സയൻസ് ജൂനിയർ 36 കട്ട് ഓഫ്, 147 പേർ മെയിൻ ലിസ്റ്റില്. ബോട്ടണി ജൂനിയർ 30.67, 101 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. സുവോളജിയും 38.67, 87 പേര്. മാത്സ് 30.33, 158 പേരാണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. കെമിസ്ട്രി 35.67, 62 പേർ ലിസ്റ്റിൽ. 35.67 തന്നെയാണ് ഫിസിക്സും വരുന്നത്. 101 പേരാണ് ലിസ്റ്റിൽ. അപ്പോൾ നിങ്ങൾ ഇത്രയും പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കട്ട് ഓഫിന്റെ ഒരു റേഞ്ച് അല്ലെങ്കിൽ കട്ട് ഓഫ് കിടക്കുന്നത്. അപ്പൊ ഇതാണ് കട്ട് ഓഫ്. അപ്പൊ ഈ കട്ട് ഓഫിൽ നിങ്ങൾക്ക് ഈ ജനറൽ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ കോൺഫിഡന്റ് ആവുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ഭാഗമാണ്, അവിടെ നിന്നും നിങ്ങൾക്ക് മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ സ്ഥാനത്തിനെ ഒരുപാട് മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഈ ജനറൽ പാർട്ടിന് സാധിക്കും. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പൊസിഷൻ ഏറ്റവും മുകളിലേക്ക് ഉയർത്താൻ ഈ പറഞ്ഞ ജനറൽ പാർട്ടിന് സാധിക്കും. ആ ജനറൽ പാർട്ടിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഓർമ്മയിലെടുക്കുക. 30 മാർക്കല്ലേ ഉള്ളൂ, അത് പോട്ടെ എന്ന് വിചാരിക്കരുത്. ആ 30 മാർക്കും നമുക്ക് വേണം. അവിടെ നിന്ന് മാക്സിമം നമുക്ക് സ്കോർ ചെയ്യണം എന്ന രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് പോകണം. അപ്പോൾ ഞാൻ ആ 30 മാർക്കിന്റെ ആ ഒരു സ്പ്ലിറ്റ് ഒന്ന് നോക്കുകയാണ്. അതിൽ നമ്മൾ പാർട്ട് 2 എന്ന് പറഞ്ഞു, അതിന് 10 മാർക്കാണ് അവിടെ ഉള്ളത്.
അതിൽ റിസർച്ച് മെത്തഡോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അവിടുത്തെ ആ സിലബസിനെ ജസ്റ്റ് ഞാനൊന്ന് പറയുകയാണ്. ടീച്ചിങ്, നേച്ചർ, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ബേസിക് റിക്വയർമെന്റ്സ്, ലേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് തുടങ്ങിയ ഭാഗങ്ങളാണ് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. അതിനുശേഷം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡില് റിസർച്ച് മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്സ്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, മെത്തേഡ് ഓഫ് റിസർച്ച്, റിസർച്ച് എത്തിക്സ് തുടങ്ങിയ ഭാഗം. അങ്ങനെ ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും കൂടി 10 മാർക്കിന്, അതാണ് നമ്മുടെ പാർട്ട് 2 വരുന്ന 10 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഓർക്കുക. ഇനി പാർട്ട് 3, അവിടെയും 10 മാർക്ക് വരുന്നുണ്ട്. അവിടെ നമ്മളോട് പറയുന്നത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസും. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ആമുഖം, അതുപോലെ ആമുഖത്തിന്റെ പ്രത്യേകതകൾ, ആമുഖത്തിന്റെ പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ആ ആമുഖവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ മൗലികാവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, DPSP, പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, മൗലിക കടമകളെ കുറിച്ച്, പിന്നെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി തുടങ്ങിയ ഒരു ജനാധിപത്യ രാജ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പില്ലേഴ്സ്, അതുമായി ബന്ധപ്പെട്ട ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെവലിലുള്ള കാര്യങ്ങൾ, അതർ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്, പിന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധം, ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, പിന്നെ സർവീസ് അണ്ടർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, എമർജൻസി പ്രൊവിഷൻസ്, അമെൻമെന്റ്സ്, ഭരണഘടനാ ഭേദഗതികൾ, ഇങ്ങനെയുള്ള സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതോടൊപ്പം സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ, സോഷ്യൽ സർവീസ് ലെജിസ്ലേഷനിലേക്ക് RTI, നമ്മുടെ വിവരാവകാശം എന്ന് പറയുന്നു, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൺ എന്ന് പറഞ്ഞ നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പോലെയുള്ള കാര്യങ്ങൾ, ചിൽഡ്രൻസിനെ എതിരെയുള്ള, അതായത് പോക്സോ പോലെയുള്ള നിയമങ്ങളുടെ കാര്യങ്ങൾ, ഫുഡ് സെക്യൂരിറ്റി, എൻവയോൺമെന്റ് ആക്ട്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ലൈക്ക് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ എക്സെട്ര. ഈ ഭാഗത്ത് നിന്നും നമ്മളോട് പറയുന്നു 10 മാർക്കാണ് ഈ ഭാഗത്തു നിന്നും ഉള്ളത്. ഇനി അതിനുശേഷം പാർട്ട് 4 പോകുന്നു. അവിടെ ജനറൽ നോളജ് ഉണ്ട്, കറന്റ് അഫെയർ ഉണ്ട്, അതുപോലെ റിനൈസൻസ് ഉണ്ട്. ഇതാണ് ഈ ഭാഗത്തുള്ള, ഇതിൽ കുറച്ചുകൂടി കൂടുതൽ ഭാഗങ്ങൾ, കൂടുതൽ ഏരിയയിലേക്ക് പോകേണ്ട ഒരു ഭാഗം കൂടിയാണ് ഇവിടെ ആദ്യം ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി, ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, വേരിയസ് മിഷനറീസ്, അതുപോലെ സംഘടനകൾ, അവര് ഇവിടെ ചെയ്ത കാര്യങ്ങൾ, ഫൗണ്ടിങ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രിന്റിംഗ് പ്രസ്സുകൾ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ എഫേർട്സ് ടു റിഫോം ദ സൊസൈറ്റി, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞ NSS ആവാം, SNDP ആവാം, യോഗക്ഷേമ സഭ പോലെയുള്ള സാധുജന പരിപാലന സംഘം, വാല സമുദായ പരിഷ്കരണീ സഭ, സമത്വ സമാജം, ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് സോഷ്യോ റിലീജിയസ് റിഫോംസിൽ വരുന്നത്. പിന്നെ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ്, അതായത് ഇവിടെ നടന്ന കുറെ കാര്യങ്ങൾ, അപ്പർ ക്ലോത്ത് റിവോൾട്ട് അല്ലെ, മെൽമുണ്ട് സമരം എന്ന് പറയുന്നത്, ചാന്നാർ അജിറ്റേഷൻ, വൈക്കം, ഗുരുവായൂർ സത്യാഗ്രഹങ്ങൾ, പാലിയം സത്യാഗ്രഹം, കുട്ടംകുളം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, അതുപോലെ അതുമായി ബന്ധപ്പെട്ട നിയമം, മലയാളി ഈഴവ മെമ്മോറിയലുകൾ, മലബാർ കലാപം, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. പിന്നെ റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ്, പത്രങ്ങൾ, ഈ പറയുന്ന നവോത്ഥാനത്തിൽ പത്രങ്ങളുടെ സ്ഥാനത്തെ കുറിച്ച് നോക്കുന്നു. മലയാളി, സ്വദേശാഭിമാനി, വിവേകോദയം, മിതവാദി, സ്വരാജ്, മലയാള മനോരമ, ഭാഷാപോഷിണി, മാതൃഭൂമി, കേരള കൗമുദി, സംദർശി, കേസരി, അൽ അമീൻ, പ്രഭാതം, യുക്തിവാദി തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. പിന്നെ അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ, അതായത് സാഹിത്യത്തിലൂടെയുള്ള നവോത്ഥാനത്തിന്റെ കാര്യങ്ങൾ അല്ലെ, സാഹിത്യത്തിലൂടെയുള്ള മുന്നേറ്റം, അതിൽ നോവല്, ഡ്രാമ, പോയട്രി, പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, നാടക പ്രസ്ഥാനങ്ങൾ, ലൈബ്രറി മൂവ്മെന്റുകൾ തുടങ്ങിയ കാര്യം. പിന്നെ വിമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച്, അതായത് വനിതകളിലൂടെ ഉണ്ടായ സാമൂഹ്യ നവോത്ഥാനം, സാമൂഹ്യ മാറ്റം, അതിൽ പാർവതി നെന്മേനി മംഗലത്തിന്റെ കാര്യങ്ങൾ അറിയണം, ആര്യ പള്ളം, AV കുട്ടിമാളുവമ്മ, ലളിതാ പ്രഭു, അതുപോലെ തന്നെ നമ്മുടെ അക്കാമ ചെറിയാൻ, അന്ന ചാണ്ടി, ലളിതാംബിക അന്തർജനം തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഭാഗമാണ് വരുന്നത്. പിന്നെ ലീഡേഴ്സ് ഓഫ് റിനൈസൻസ്, നവോത്ഥാന നായകര്,
ഒരുപാട് പേരെ പറയാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രധാനപ്പെട്ടതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തൈക്കാടയ്യ, വൈകുണ്ഠസ്വാമി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികള്, അയ്യങ്കാളി തുടങ്ങിയ പ്രധാനപ്പെട്ട ആളുകൾ, വാഗ്ബടാനന്ദനെ, പൊയ്കൈ ലോഹന്നാനെ പോലെയുള്ള സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽപ്പെട്ട എല്ലാ ഓൾമോസ്റ്റ് ആളുകളെ കുറിച്ചിട്ടും നമുക്കിവിടെ പറയുന്നുണ്ട്. പിന്നെ ലിറ്ററസി ഫിഗേഴ്സ്, അതായത് ഈ പറയുന്ന നമ്മുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട ആളുകൾ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കുമാരനാശൻ, വള്ളത്തോൾ നാരായണ മേനോൻ തുടങ്ങിയ നമ്മുടെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരെ കുറിച്ചിട്ടും നമുക്കിവിടെ ഒരു ധാരണ ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ജനറൽ പാർട്ടിൽ വരുന്നത്. അപ്പോൾ ഈ ജനറൽ പാർട്ടിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഓർക്കുക. അതായത് ജനറൽ പാർട്ടിൽ നമ്മൾ മനസ്സിലാക്കിയ ആദ്യമേ തന്നെ റിസർച്ച് മെത്തഡോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആ ഭാഗത്തു നിന്ന് 10 മാർക്ക്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെയുള്ള ഭാഗത്തു നിന്ന് 10 മാർക്ക്, ജനറൽ നോളജും അതുപോലെ തന്നെ കറണ്ട് അഫെയറും റിനൈസൻസും ചേരുന്നതിൽ നിന്നും 10 മാർക്ക്. ഇങ്ങനെ HSST ജനറൽ പാർട്ടിന് നിങ്ങൾക്ക് കൃത്യമായ ഒരു മുന്നൊരുക്കം ആവശ്യമാണ്. ആ കൃത്യമായ ഒരു മുന്നൊരുക്കത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ഏറ്റവും പുതിയ ജനറൽ ഭാഗത്തിന് വേണ്ടി മാത്രമുള്ള ജനറൽ പാർട്ട് ബാച്ച് നമ്മുടെ ആരംഭിക്കുന്നുണ്ട്. ഈ 30 മാർക്കിൽ മാക്സിമം മാർക്ക് നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, എങ്ങനെ നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കണം എന്ന കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള നമ്മുടെ ജനറൽ പാർട്ടിന്റെ ബാച്ച്. ഓർക്കുക, ഇതിൽ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു സിലബസിന്റെ ബേസിൽ, ഒരു സ്റ്റഡി പ്ലാനിന്റെ ബേസിലായിരിക്കും മുന്നോട്ട് പോവുക. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മുൻകൂട്ടി പറയുന്നു. ആ സിലബസിനനുസരിച്ച് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളിലൂടെ നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ആ ക്ലാസ്സുകൾ കാണുന്നു, അത് പഠിക്കുന്നു, അതിന്റെ PDF നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ PDF നോട്ടും കൂടി വെച്ച് നിങ്ങൾ ആ ഭാഗം വ്യക്തമായി പഠിക്കുക. എന്നിട്ട് ഓരോ ദിവസവും അതിന്റെ ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടാവും. ആഴ്ചയിൽ അതിന്റെ വീക്ക്ലി റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. ഈ ഒരു 30 മാർക്ക് നമുക്ക് നേടണം എന്ന പൂർണ്ണ ബോധ്യത്തോടെ നമ്മൾ മുന്നേറുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മോഡൽ എക്സാമുകളും നമുക്ക് ഉണ്ടാവും. അതായത് ഈ ഒരു 3 ഭാഗത്തിന്റെ പാർട്ട് 2, 3, 4 ഭാഗത്ത് നിന്നുള്ള മൊത്തത്തിലുള്ള ചോദ്യങ്ങളെ വെച്ചിട്ട് നമ്മൾ 20 മോഡൽ എക്സാമുകൾ, 50 മാർക്കിന്റെ 20 മോഡൽ എക്സാമുകളും നമ്മൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ HSST ജനറൽ ബാച്ചിന്റെ പ്രത്യേകത. നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് തുടങ്ങുന്നത് 22/1/2026 22-ാം തീയതിയാണ് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് തുടങ്ങുന്നത് എന്നാലോചിക്കുക. ബാച്ചിന്റെ യഥാർത്ഥ ഫീ എന്ന് പറഞ്ഞാൽ 3000 രൂപയാണ്. എന്നാൽ ഇപ്പോൾ റിപ്പബ്ലിക് ഡേ വരാൻ പോവുകയാണ്. അപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ ഓഫറായിട്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന 50 പേർക്ക് 2499 രൂപയ്ക്കാണ് നമ്മുടെ ഈ കോഴ്സ് ലഭ്യമാവുക. എക്സാം വരെ ആയിരിക്കും നമ്മുടെ കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക്, ഈ ഒരു ജനറൽ പാർട്ട് എനിക്ക് ആവശ്യമാണ്, എനിക്കിതിൽ നിന്നുള്ള മാക്സിമം മാർക്ക് നേടണം, ഈ മാർക്കും കൂടി നേടിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഉയർന്ന റാങ്കോടെ HSSTയിൽ എനിക്ക് എത്താൻ സാധിക്കും എന്ന പൂർണ്ണ ബോധ്യത്തോടെ, നിങ്ങൾക്ക് പഠിക്കാൻ ആത്മവിശ്വാസത്തോടെ, നിങ്ങൾക്ക് ഏറ്റവും നന്നായി പഠിച്ച് മുന്നേറാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഈ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. നിങ്ങൾക്ക് പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാകും. ഓക്കെ, താങ്ക് യു.